ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡ് എങ്ങനെയൊക്കെ ആ സൂസൈഡ് ഗോസ്റ്റിനെ പറഞ്ഞേച്ചെന്നറിഞ്ഞ് അവള് ഭയങ്കര സന്തോഷത്തിരിക്കും. ഇതേ സമയം അവനാണ് ഇപ്പൊ ഇവളോട് ഇഷ്ടമായി തുടങ്ങി. അങ്ങനെ അതുകൊണ്ട് രണ്ടുപേരും കൂടെ പരസ്പരം റൊമാൻറ്റിക് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവളാണ് വീട്ടിൽ വന്നിട്ട് അവളുടെ ജോലി നോക്കാതെ വല്ലവരും വിഷമം പറഞ്ഞ് അടുത്തേക്ക് വരുമ്പം നിങ്ങൾ ഇതേപോലെ കൈ പിടിച്ചിരിക്കുന്ന പറഞ്ഞ് അവൾ ആ സീനൊക്കെ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം കണ്ട് അവളുടെ അമ്മയാണ് സൈഡിൽ നിന്ന് ഇവളുടെ ശാപം ഞാൻ മാറ്റിക്കളയാന്ന് പറഞ്ഞ് അവളും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ അതേസമയം തന്നെ ഇവിടെ അവന് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ അവന്റെ ഫോക്കസ് എല്ലാം മാറിപ്പോയിക്കൊണ്ടിരിക്കും. കാരണം ഇവർ രണ്ടുപേർക്ക് ഇപ്പോൾ ആ റൊമാൻറ്റിക് സീനാണ് ഓർമ്മ വരുന്നത്. അപ്പോഴാണ് ആ വീട്ടിലുള്ള പ്രേതത്തിന് ശക്തി കൊടുക്കുന്ന ആ ഷാമനെ കാണിക്കുന്നത്. ഇവളാണ് ഇപ്പോൾ ഗിന്നുവിന്റെ അമ്മൂമ്മയെ കാണാൻ വേണ്ടി വന്നേക്കുക. കാരണം ഇവർക്ക് മുമ്പേ പരിചയമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അവര് ഹായൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ അവരുടെ ഫോട്ടോ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതേസമയം ഇവിടെ സിയോങ്ങിയെ വിളിച്ചോണ്ട് അവളുടെ അമ്മയും മറ്റേ പ്രേതമുള്ള വീട്ടിലേക്ക് ചെന്നിട്ട് ഇനിയിപ്പോ ഇവിടേക്ക് വേറെ ആരും വരില്ലെന്ന് പറഞ്ഞ് മന്ത്രം യൂസ് ചെയ്ത് അതൊക്കെ അടച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം തന്നെ അവിടേക്ക് 2 യൂട്യൂബേഴ്സും വന്നിട്ട് ഈ സ്ഥലത്ത് വീഡിയോ എടുത്ത പൊളിക്കും പറഞ്ഞ് അവന്മാർ അകത്തേക്ക് കയറാൻ വേണ്ടി നോക്കും. അങ്ങനെ ഇത് കണ്ട് ഇവർ രണ്ടുപേരാണ് നിങ്ങളെന്തോ ഈ സ്ഥലത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവരെ പോകാൻ പറയുമ്പം അവന്മാര് ദാ ഷാമൻസ് നമ്മുടെ ഫ്രണ്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഇവരെ വെച്ചൊരു ടോപ്പിക് എടുക്കും. അപ്പോഴാണ് അവളുടെ അമ്മയും നിങ്ങൾ ഈ സ്ഥലത്തേക്ക് ഡേഞ്ചറാന്ന് പറഞ്ഞ് അവരെ പറഞ്ഞുവിടാൻ വേണ്ടി നോക്കും. പക്ഷെ അവന്മാരൊന്നും വിശ്വസിക്കാതെ ഷാമൻസ് നിങ്ങളുള്ളപ്പോൾ ഞങ്ങൾ എന്തിനെ പേടിക്കുന്നതെന്ന് പറഞ്ഞ് അവരെയും കൂടെ കൂട്ടിന് വിളിക്കുമ്പം പെട്ടെന്ന് പുറയുന്ന സിയോങ്ങിയാണ് അവളുടെ അമ്മയുടെ വാളെടുത്തിട്ട് നിങ്ങളൊക്കെ പറഞ്ഞോന്ന് കേൾക്കത്തില്ലേ പിള്ളേരെ, ഇവിടെ പ്രേതമുണ്ടെന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് പവർഫുൾ ആയിരിക്കും, നിങ്ങൾക്ക് അത് കണ്ടിട്ടൊന്നും പേടി തോന്നില്ലേ എന്നിന് ഇവൾ അവന്മാര് പേടി വെച്ച് പറഞ്ഞയക്കുമ്പം അവന്മാര് ജീവനും കൈ പിടിച്ചോണ്ട് അവിടെ നോടിപ്പോകും. അതിനെ ശിവളുടെ അമ്മ ഇതുകൊണ്ട് ചിരിച്ചിട്ട് അവളെയും വിളിച്ചോണ്ട് അവിടെ നോമരാണ് ഇവന്മാരാണ് എന്തായാലും യൂട്യൂബ് വീഡിയോക്ക് എടുത്തേ പറ്റത്തുള്ളൂ പറഞ്ഞ് അവര് പോകുന്നവരെ പതുങ്ങിയിരുന്ന് കാണും. അതുകൊണ്ട് ഇവർ പോയതിനു ശേഷം ഇവന്മാർ രണ്ടൊരു പതി അകത്തേക്ക് കയറിയിട്ട് അങ്ങനെ ഈ വീട്ടിനകത്ത് ഏത് പ്രേതമുള്ളതെന്ന് പറഞ്ഞ് ഇവന്മാരെ അകത്തേക്ക് നോക്കുമ്പോഴാണ് അതിലൊരുത്തനും താഴെ ഒരു മോതിരം കിടക്കുന്നുണ്ട്. അവനടുത്ത് കൈ വെക്കും. അതിനുശേഷം അടുത്ത സെക്കൻഡ് തന്നെ അവനൊന്നും സംസാരിക്കാതെ സൈലന്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് ക്യാമറാമാനും നീ എന്തോടെ അനങ്ങായിരിക്കുന്നതെന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് നോക്കുമ്പം മറ്റവനാണ് കണ്ണ് ഫുള്ളും ചുമന്ന് അവനെ പ്രേതം അറ്റാക്ക് ചെയ്യും. അതിനുശേഷം ഈ ക്യാമറമാനെ വലിച്ചെടുത്തോണ്ട് രണ്ടുപേരും കൂടെ പ്രേതത്തിന്റെ അടുത്ത് പെട്ടുപോകും. അങ്ങനെ ഇതൊക്കെ എല്ലാവരും ലൈവ് കണ്ടോണ്ടിരിക്കുക. അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ സിയോങ്ങിയാണ് ഇപ്പൊ ആ സൂസൈഡൽ പ്രേതം പോയാലും ഇവരുടെ ക്ലാസ്സിൽ തന്നെ ഒരു പെങ്കൊച്ചിന്റെ അടുത്ത് ഒരു ബേബി ഗോസ്റ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ ഗോസ്റ്റിനെ പോലെ ഒന്നല്ല ആ ഗോസ്റ്റ്. കാരണം കൊച്ചുള്ളവരായതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞൊന്നും ഇവളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവളൊരു ട്രിക്ക് യൂസ് ചെയ്ത് ഗിന്നിനോട് കൊച്ചുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ അവളൊരു പാവക്കുട്ടി എടുത്തോണ്ടുപോകും. പക്ഷെ സത്യത്തിൽ ഇവളുടെ അങ്ങനെ ഒരു പാവക്കുട്ടിയും കാണത്തില്ലായിരുന്നു. അതുകൊണ്ട് അതിന് പകരം ഇവളുടെ ലിപ്സ്റ്റിക് കൊടുത്തിട്ട് ഈ വെയിൽ സമയത്ത് അവന്റെ ചുണ്ട കൊണങ്ങിരിക്കുമെന്ന് പറഞ്ഞ് അവൾ ഷയ്യ അവന്റെ കൊടുത്തിട്ട് അങ്ങ് പോകും. അതിനുശേഷം ബസ് വെച്ച് അവളും ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഷയ്യായിക്കൊണ്ടിരിക്കുമ്പോൾ പറയുന്ന ജീഹവും ഇവൾക്ക് ഇതെന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ട് അവളെ ചുമ്മാ കളിയാക്കാൻ വേണ്ടി അവനിങ്ങനെ കൈയെടുത്തോണ്ട് അടുത്തേക്ക് ചെല്ലും. അപ്പോഴാണ് ഇതിനു മുമ്പേ തന്നെ ഗിന്നുവിനെ അവൾ ടച്ച് ചെയ്തിട്ട് ഏത് ഫിംഗറിലെ തൊട്ടേന്ന് അവനിപ്പോൾ അവളെ കളിയാക്കും. അപ്പോഴാണ് ഇവർ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ കൂടുമ്പം ജീഹയ്ക്ക് ഒറ്റപ്പെട്ട അവസ്ഥയായി പോകും. കാരണം അവളിപ്പോൾ കൂടുതൽ ഇവനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എപ്പം നോക്കിയാലും ഗിന്നു എന്ന് പറഞ്ഞ് അവന്റെ പുറകെ തന്നെ പോവുക. അങ്ങനെ ഇവരും ക്ലാസ്സിലേക്ക് കയറാൻ നോക്കുമ്പം സിയോങ്ങയാണ് മറ്റേ പെങ്കൊച്ചിന്റെ താഴെ ആ വാവ പ്രേതം കാലും പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ഇവള് ഗിന്നുവിനെ സുരക്ഷയായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഇതൊക്കെ കണ്ട് ഗിന്നുവാണ് സന്തോഷത്തി ഇവള് ടച്ച് ചെയ്തോണ്ട് ഈ വെതർ കിടിലെന്ന് പറഞ്ഞിട്ട് അവൻ ക്ലാസ്സിലേക്ക് കയറി പോകും. അപ്പോഴാണ് ജീഹയ്ക്കാണൊന്നും മനസ്സിലാവാതെ ഇതെന്തൊരു വെതർ, എനിക്ക് വിയർത്തിട്ട് വയ്യ എന്നിന് അവനും ഒന്നും മനസ്സിലാവാതിരിക്കും. അങ്ങനെ കഴിക്കാൻ പോയാലും ഇവള് ജീഹോന്റെ അടുത്തിരിക്കാതെ ഗിന്നുവിന്റെ അടുത്തേക്ക് ചെന്നിരിക്കും. അപ്പോഴാണ് അവന്റെ കൺട്രോളായിട്ട് എന്റെ പൊന്നുമോളെ ഇത്രയും ദിവസം നീ എന്റെ അടുത്തിരുന്നില്ലാടി ഫുഡ് കഴിച്ചേ, ഇപ്പം മാത്രം നിനക്ക് അവന്റെ അടുത്തിരിക്കണം. കൊള്ളാം, എനിക്ക് എന്റെ ഫീലിങ്സ് ഹേർട്ടായി, ഇതൊക്കെ മോശ, നീ എന്റെ അടുത്ത് വന്നിരി എന്നിന് അവൻ വിളിക്കുമ്പോഴാണ് ഇവള് ശരിയെങ്കിൽ പിന്നെ വരാന്ന് പറഞ്ഞ് അവന്റെ അടുത്തിരുന്ന് കഴിക്കാൻ വേണ്ടി പോകും. പക്ഷെ ഗിന്നുവാണ് അവൾ പോകാൻ സമ്മതിക്കത്തില്ല. ഇതേ സമയം ഇവരുടെ കൂടെ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യുന്ന വേറെ പെമ്പിള്ളാരൊക്കെ അവിടെ നിന്നിരുന്നിട്ട് സിയോങ്ങി അവിടെ തന്നെ ഇരിക്കാൻ വേണ്ടി പറയും. അതുകൊണ്ട് ജീഹോം നിനക്ക് ഈ സമയത്ത് തന്നെ എന്റെ അടുത്ത് നിന്ന് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ് അവളെയൊക്കെ വഴക്കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവരുടെ ഓപ്പോസിറ്റ് ഇതിനുമ്പ് സ്മോക്ക് ചെയ്ത 3 പയ്യന്മാരാണ് അവിടുന്ന് റൗഡീസൊക്കെ കാണിച്ച് പിള്ളേരെയൊക്കെ പറഞ്ഞ് ചവന്മാരിന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന സിയോങ്ങയാണ് അവരെ നോക്കി ഇങ്ങനെ ചിരിക്കും. കാരണം അത് ഈ ബുള്ളി ചെയ്യുന്നമാര് ഒരുത്തിന് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിപ്പോ മരിച്ചോണ്ട് എപ്പോഴും അവന്റെ പുറത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അത് കണ്ടാണ് അവൾ ചിരിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് മനസ്സിലാക്കുന്ന ഗിന്നുവാണ് ഇനിയിപ്പോ ഇവൾക്ക് ഇവന്മാരിഷ്ടമാണെന്ന് അറിഞ്ഞ് അവനും ജലസാവും. അങ്ങനെ അതിന്റെ ഷിൻഡോൾ സമയത്തും ഇവൾ അവന്മാരുടെ പുറകെ പ്രേതമായിട്ട് ആ പട്ടിക്കുട്ടി പോകുന്നുണ്ട്. ഇവളും ചിരിച്ചോണ്ട് ക്യൂട്ട് എന്ന് പറയുമ്പം അവിടേക്ക് വരുന്ന ജീഹവും ഗിന്നുവും കൂടെ ഇത് കേട്ട് ഷോക്കാവും. ഇവൾക്ക് ഇവന്മാരെ കണ്ട് ക്യൂട്ടായിട്ട് തന്നോ, എന്തോ ഇവൾക്ക് സംഭവിച്ചേ എന്നിന് അവന്മാര് മൊത്തത്തിൽ ഞെട്ടിപ്പോയിരിക്കും. അതിനുശേഷം ജീഹോ അവളെ ഒറ്റയ്ക്ക് വിളിച്ചോണ്ടുപോയി നിനക്ക് ഇപ്പൊ എത്ര പേരാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് അവന് ഗിന്നുവിന് മാത്രമാണോ ഇല്ല റൗഡി പയ്യന്മാരൊക്കെ ഇഷ്ടമാണോ ചോദിക്കും.
അപ്പോഴാണ് ഇത് കേട്ട് അവളാണ് ദേഷ്യത്തി ഒന്ന് പോടെ ഇറക്കാം, ഞാൻ ഗിന്നിന് മാത്രമേ നോക്കുന്നുള്ളൂ. ഞാൻ അവന്മാർ നോക്കി ചിരിക്കാനുള്ള കാരണം അവന്മാരുടെ കൂടെ തന്നെ അവൻ വളർത്തുന്ന മരിച്ചുപോയ പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു, അത് ചെയ്യുന്ന കണ്ടാ ഞാൻ ക്യൂട്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവന് കാര്യമില്ല മനസ്സിലായി കൊടുക്കും. അതേസമയം ഇത് സത്യം എന്നറിയാതെ ഗിന്നുവാണ് ബാത്റൂമിൽ ചെന്ന് അവന്മാരോട് ദേഷ്യത്തി ഇവനെയൊക്കെ കാണാൻ ക്യൂട്ടാന്നറിഞ്ഞ് അവനെ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവന്മാരും എന്തുവാടാ ബാത്റൂം എന്നിട്ട് നിന്നെ തുറച്ചു വെക്കുന്നു, നിനക്കെന്തോ സ്മോക്കാണോ, അല്ലെ ഇപ്പൊ ഞാൻ ഊതിത്തരാം. എന്നിട്ട് ഇവന്മാരും കളിയാക്കുമ്പോൾ ഗിന്നു തിരിച്ചൊന്നും പറയാതെ അവൻ പുറത്തേക്ക് ചെന്ന് സാറിനോട് ഇവന്മാർ സ്മോക്ക് ചെയ്യുന്ന കാര്യം അങ്ങ് പാരവയ്ക്കും. അതേസമയം തന്നെ ഇവിടെ ഹോണ്ടഡ് പ്ലേസിൽ ഇന്നലെ വന്ന 2 യൂട്യൂബർമാര് മരിച്ച അവസ്ഥയെ കിടക്കുക. അതുകൊണ്ട് പോലീസ് റിപ്പോർട്ടേഴ്സൊക്കെ അവിടേക്ക് വന്നിട്ട് ഇതൊരു വലിയ ന്യൂസ് ആക്കും. അപ്പോഴാണ് ആ വീട്ടിൽ ഓണറാണ് നിങ്ങൾ എന്തേലൊക്കെ ചെയ്ത് അവന്മാർ രക്ഷിക്കാൻ നോക്കുന്ന പറയുമ്പം ഇവിടെ സിയോങ്ങയുടെ അമ്മയും എന്നെ കൊണ്ട് ഒറ്റയ്ക്കും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ എന്റെ കൂടെ അന്ന് വന്ന് മറ്റേ ഗ്രേറ്റ് ആന്റി ഇല്ലേ അവര് കുറെ പവർഫുൾ ആയിട്ടുള്ള ഷാമൻസിനെ വിളിച്ചോണ്ട് വരാൻ പോയേക്കുക. അതുവരെ ഞാൻ വേണേ ഇവരെ രക്ഷിക്കാൻ നോക്കാം, കാരണം കുറെ മനുഷ്യർ ഇപ്പൊ ചത്തുപോയ ആ പ്രയത്നം പിന്നെ ആർക്കും തടയാൻ സാധിക്കത്തില്ല. എന്നിട്ട് അവരും പേടിച്ച് ആ വീട്ടിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതിനേശം ഇവിടെ ക്ലാസ് കഴിഞ്ഞ് ഒരു 3 വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവളുടെ അമ്മ അവിടെ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഇവളെ പെടുന്ന സ്ഥലത്തേക്ക് വരാൻ വേണ്ടി പറയും. അതുകൊണ്ട് അവളെങ്കിൽ പിന്നെ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവസാനമായിട്ട് ഗിന്നിന് ടച്ച് ചെയ്യും. കാരണം ആ മാന്ത്രിക പേപ്പറിന് വരാം ഇവളുടെ ദേഹത്ത് ആ മന്ത്രമൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ പോകുന്ന മുമ്പ് ജീഹയ്ക്കും ജലസാരിക്കാൻ വേണ്ടി തട്ടിയിട്ട് പോകുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇത് കണ്ടങ്ങ് ഷൈ ആയിരിക്കും. അങ്ങനെ ഇപ്പൊ രണ്ടുപേർക്കും അവളോട് ഇഷ്ടമുണ്ട്. അങ്ങനെ രാത്രി സിയോങ്ങി അവളുടെ അമ്മയും കൂടെ ആ മരിച്ചുപോയന്മാരുടെ ആത്മാവിനെ ആ പ്രേതം എടുക്കുന്നതിന് മുമ്പേ നമ്മളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് മന്ത്രം യൂസ് ചെയ്തോണ്ടിരിക്കും. ഇതേ സമയം മറ്റേ ശാമനാണ് ഇപ്പൊ നേരെ ഗിന്നുവിനെ കാണാൻ വേണ്ടിയായിരിക്കും വരുന്നത്. അങ്ങനെ ഇവരെ കണ്ട് അവന് ഷോക്കാകുമ്പോൾ അവർ ഇവന്റെ വീട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോസൊക്കെ ഇങ്ങനെ തറയിട്ടിട്ട് നിന്റെ അടുത്ത് നിന്റെ ഫാമിലിയെ ഇനി എത്ര കാലം ഞങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് ഇവന്റെ ശാപമൊന്നും ഇവന്റെ ഫാമിലിക്ക് പോകല്ലെന്ന് പറഞ്ഞ് ഇവന്റെ ഫോട്ടോയ്ക്കകത്ത് കുറെ മന്ത്രമൊക്കെ എഴുതി വെച്ചേക്കും. അപ്പോഴാണ് അവനത് കണ്ടിട്ട് നിങ്ങൾക്ക് മന്ത്രം അങ്ങനെ എഴുതണമെങ്കിൽ നേരെ എന്റെ ഫേസിനകത്ത് അങ്ങ് എഴുതിയാൽ പോരെ, എന്തിനും എന്റെ അമ്മൂമ്മയുടെ ഫോട്ടോയ്ക്കകത്തും നിങ്ങൾ മന്ത്രം എഴുതി വെച്ചേക്കുന്നത്. എന്നിന് ഇവന് വിഷമിക്കുമ്പോഴാണ് അവളൊരു പക്ഷെ നിന്റെ അമ്മ മരിച്ചോണ്ട് അതും പ്രേതമായിട്ടെന്ന് നിന്റെ ഫാമിലിയെ കഷ്ടപ്പെടുത്തിയാലോന്ന് പറഞ്ഞിട്ട് ഇവന്റെ അച്ഛന് ഇവൻ ഒരിക്കലും കണ്ടുമുട്ടണ്ടെന്ന് പറഞ്ഞ് ആഗ്രഹമുണ്ടെന്ന് പറയും. അതുകൊണ്ട് നിന്റെ അടുത്തിട്ട് നിന്റെ ഫാമിലിനെ രക്ഷിക്കാൻ പോകാന്ന് പറഞ്ഞ് അവര് കുറെ മന്ത്രം ഇവനെ നേർക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഇന്നലെ രാത്രി ഫുള്ളും സിയോങ്ങി അവളുടെ അമ്മയുടെ കൂടെ മന്ത്രം പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് ഇവള് നല്ലോണം ഉറങ്ങാൻ കാണത്തില്ല. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗിന്നു ആയിരിക്കും ഫാസ്റ്റ് ആയിട്ട് അവളെ വീഴാതെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ജീഹോയാണ് ഇനിയിപ്പോൾ എനിക്കിവിടെ ഒരു സ്ഥാനില്ലെന്ന് അറിഞ്ഞ് അവൻ അങ്ങോട്ട് അപ്സെറ്റ് ആയിട്ടിരിക്കും. അങ്ങനെ ക്ലാസ് വെച്ച് ഇവള് മൊത്തത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് ലഞ്ച് സമയത്ത് ഇവന്മാർ അവളെ ശല്യപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതുകൊണ്ട് ക്ലാസ്സിൽ വേറെ അടുത്ത് മാത്രമേ അവിടെ നിന്ന് യൂട്യൂബൊക്കെ നോക്കിക്കൊണ്ടിരിക്കത്തുള്ളൂ. അപ്പോഴാണ് മറ്റേ 2 യൂട്യൂബേഴ്സ് എടുത്ത് വീഡിയോ കണ്ടിട്ട് ഈ ഹൊററായിട്ടുള്ള വീട് നമ്മുടെ സ്ഥലത്തല്ലെന്ന് പറഞ്ഞ് അവൻ ഈ കാര്യം ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കും. അപ്പോഴാണ് ക്ലാസ്സിൽ ആകെ സിയോങ്ങെ മാത്രം ഉറങ്ങി കിടക്കത്തുള്ളൂ. അതുകൊണ്ട് അവൻ അടുത്തേക്ക് ചെന്നിട്ട് ഇവളെ വിളിച്ചുണർത്തി ആ വീഡിയോ കാണിക്കാൻ നോക്കുമ്പോൾ ആ വീഡിയോക്കകത്ത് ഇവളെ ഒരു ശാമനായിട്ട് കണ്ടിട്ട് അവന് ഇവിടെ ഞെട്ടിപ്പോവും. അതുകൊണ്ട് ഇവന് മുഖം ഇവളുടെ മറച്ചു വെച്ച് ഇനിയിപ്പോൾ ഇത് ഇവളാണോന്ന് അറിഞ്ഞ് അവന് നല്ലോണം സംശയം വരുമ്പം ക്ലാസ് ഇരിക്കുന്ന എല്ലാവരും വിളിച്ചു വരുത്തി ഇവളെ വീഡിയോക്കകത്ത് എങ്ങനെയാ സംസാരിച്ച് അതേപോലെ ഇപ്പൊ ഇവരോടൊക്കെ സംസാരിക്കാൻ വേണ്ടി പറയും. കാരണം അവർക്കെല്ലാം ഇപ്പൊ നല്ല സംശയമായി ഇവളായിരിക്കും ആ ശ്യാമെന്ന്. പക്ഷെ അവളാണ് ഞാനൊന്നുമല്ല ശ്യാമെന്ന് പറഞ്ഞ് അവരോടൊക്കെ ചിരിച്ച് പറഞ്ഞു വിടാൻ വേണ്ടി നോക്കുമ്പം അവന്മാരാരും തന്നെ ഇവള് പറയുന്നത് വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് ഇവള് പറയുന്നത് സത്യമാണെങ്കിൽ എങ്കിൽ പിന്നെ ആ ശ്യാമൻ പറഞ്ഞ ഡയലോഗ് നിനക്ക് പറഞ്ഞുകൂടെയെന്ന് ഇവളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ജീഹോയും ഗിന്നിയും കൂടെ ഇവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ നോക്കുമ്പം അവന്മാരും അതൊന്നും കേൾക്കാതെ ഇവളെ ഫോഴ്സ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇവള് അവന്മാർ പറയുന്ന പോലെ ആ ഡയലോഗ് പറയാൻ വരുമ്പം പെട്ടെന്ന് ഗിന്നുവാണ് അവളെ തടഞ്ഞിട്ട് നീ ശ്യാമനല്ലേ പിന്നെ ഇവന്മാർ പറയുന്നത് കേൾക്കുന്നത്. എന്നിട്ട് അവളെ തടഞ്ഞു നിർത്തിയിട്ട് അവരോടൊക്കെ ദേഷ്യപ്പെടും ഒരു ശ്യാമെന്ന് പറഞ്ഞ ഒരു സൈക്കോ കില്ലറിനേക്കാളും മോശമായിട്ടുള്ള ഒരാളാണെന്ന്. അങ്ങനെ അതും പറഞ്ഞ് ദേഷ്യത്തി അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് ഇവരും പറയാൻ വന്നിട്ട് ഇവനെന്തിന് ഇത്രയും ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞ് അവനോട് സംസാരിക്കാൻ വേണ്ടി നോക്കും. പക്ഷെ അവനാണ് ഒന്ന് മൈൻഡ് ചെയ്യാതെ എനിക്ക് നിങ്ങളോട് സംസാരിക്കൊന്നുമില്ല. അവരൊക്കെ അങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോൾ നീ തന്നെ വെറുതെ അവരെ നോക്കി ചിരിച്ചോണ്ടിരുന്നത്, നിനക്ക് സോറി ചോദിക്കണേ നിന്നോട് സോറി ചോദിക്കും. ഒരേ ശവന്മാരൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ നീ ചിരിക്കാനുള്ള കാരണം സത്യത്തിന് ഇപ്പൊ നീ ശ്യാമനാണോ? ഏതിന് ഇവൻ ചോദിക്കുമ്പോൾ അവള് ഞാൻ ശ്യാമനല്ലെന്ന് കുറച്ച് കുറ്റബോധത്തോടെ പറയും. അപ്പേരാണ് ജിഹയും ഇവളെങ്ങനെയാടാ ശ്യാമനാകുന്നതെന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവളും പെട്ടെന്ന് ഞാൻ ശ്യാമനാടാ അതിനിപ്പോ എന്തുവാ, ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഈ സത്യമൊക്കെ മറച്ചു വെച്ചെന്നറിയാം. രാവിലെ സ്കൂളിയും പറഞ്ഞാൽ അവിടുത്തെ ജോലിയും ചെയ്യണം, കൂടാതെ നിന്നെ 21 ദിവസം ഞാൻ രക്ഷിക്കണം. അങ്ങനെ ക്ലാസ്സിൽ ഒരു പെങ്കൊച്ച് പ്രേതമായിട്ട് വന്നിരിക്കുമ്പം അതിൻ്റെ അടുത്ത് നിന്നൊക്കെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് നിന്നെ രക്ഷിക്കുന്നതെന്ന് അറിയാവുന്ന ഇവള് ദേഷ്യത്തിൽ അവിടെ നിന്ന് വിളിച്ചു പോകുമ്പം അവസാനം എല്ലാം വെറും അവളുടെ വിചാരണയാണെന്ന് മനസ്സിലാവും. കാരണം ഇവനോട് ശ്യാമനെന്നുള്ള സത്യം അവൾക്ക് പറയാൻ ധൈര്യം കാണത്തില്ല. അതിനേശം ജീഹോവും ഇവനിപ്പോ ഇങ്ങനെ സംസാരിച്ച് നിനക്ക് ദേഷ്യമില്ലെന്ന് ചോദിക്കുമ്പോൾ അവളും ദേഷ്യമില്ല എനിക്ക് അവനോട് പാവം തോന്നുന്നു പറയും. പക്ഷെ ജീഹോയാണ് എനിക്ക് അവനോട് ചെറിയ ദേഷ്യമാണെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അവനെ ഫോളോ ചെയ്തു പോകും. അങ്ങനെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കണം എന്ന് പറഞ്ഞ് ഗിന്നുവിനെ വിളിക്കുമ്പം അവന് വരുന്നില്ലെന്ന് പറയും. അപ്പോഴാണ് അവിടെ കഴിഞ്ഞ കോച്ചും വന്ന് പ്രാക്ടീസ് ചെയ്യും മക്കളെ എന്ന് പറഞ്ഞ് അവരുടെ ഫോഴ്സ് ചെയ്യും. അപ്പോഴാണ് ജീഹോയും എങ്കിൽ പിന്നെ അറ്റ്ലീസ്റ്റ് ട്രെയിനിങ്ങിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ജീഹോയും ഇതെങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എയിം ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവന് പൊസിഷൻ നിൽക്കാൻ പറ്റാതിരിക്കുമ്പം അടുത്തിരുന്ന് ഗിന്നു അവന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ അതിനനുസരിച്ച് അവൻ അവിടെ നിന്ന് ട്രെയിനിങ് ചെയ്യുമ്പോഴാണ്
പറയുമ്പോഴത്തേന് ഇത് കാണുന്ന ഗിന്നു ആണ് ഇവനിപ്പോ എന്തോ സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അതിപ്പോ തന്നെ പറയാൻ പറയും. അപ്പോഴാണ് അവനും എനിക്ക് ഇതിനോട് പറയാനുള്ളത്, സിയോങ് എല്ലാവരും ചോദ്യം ചെയ്തപ്പോൾ അവൾ അങ്ങനെ ചിരിച്ചോണ്ടിരിക്കാനുള്ള കാരണം അത് ഞാൻ പറഞ്ഞിട്ട. കാരണം ആദ്യം ഞാൻ അവളെ ഈ സ്കൂളിൽ വെച്ച് കണ്ടപ്പോൾ അവളോട് ആരും മിണ്ടാത്തോണ്ട് അവൾ നല്ല വിഷമിച്ചിരുന്ന. അങ്ങനെ ആ സമയത്ത് ഞാനായിരുന്നു അവളുടെ അടുത്തേക്ക് ചെന്ന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിന്റെ ഫേസ് ആ ചിരി മാത്രം കളയില്ലെന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തിയ. അങ്ങനെ അന്നോട്ട അവൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചുമ്മാ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നു. അത് അവളുടെ മൂഡ് കുറച്ചെങ്കിലും ഇമ്പ്രൂവ് ആക്കും. അതുകൊണ്ട് നിനക്ക് ദേഷ്യത്തിലും പറയാനുണ്ടെങ്കിൽ അത് അവളോടല്ല എന്നോട് നീ തീർക്കണ്ട. എന്നിന് ഇവനും പറയുമ്പം ഇത് കേട്ട് ഗിന്നും ഇതൊക്കെ നീ ഇപ്പം എന്തിനാ എന്നോട് ഷെയർ ചെയ്യുന്ന ചോദിക്കും. അപ്പോഴാണ് അവനും കാരണം എനിക്ക് അവളെ ഇഷ്ടം, ഇനിയിപ്പോൾ എനിക്ക് അവളോടുള്ള ഇഷ്ടം കൂടി വരുവാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറയാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു. കാരണം എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. ഇതിന് അവൻ അടുത്ത സെക്കൻഡ് എയിം ചെയ്ത് സെൻറ്ററിൽ തന്നെ ആരോ വിടും. അങ്ങനെ അത് കണ്ട് എല്ലാവരും കൂടെ അങ്ങ് ഷോക്കായി പോകും. അതിനുശേഷം അന്ന് രാത്രി സിയോങ് അവളുടെ അമ്മയും കൂടെ സംസാരിച്ചുകൊണ്ട് പുറത്തടക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് ഗിന്നു വന്നിട്ട് ഇവരോട് സംസാരിക്കാൻ വേണ്ടി വരും. അങ്ങനെ അതുകൊണ്ട് അവള് പേടിച്ചുപോയി അമ്മ നമുക്ക് ഇവിടുന്ന് പോയാലെന്ന് പറഞ്ഞ് അവളെ രക്ഷപ്പെട്ട് പോകാൻ നോക്കുമ്പോൾ ഗിന്നും പെട്ടെന്ന് ഓടി അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് നിങ്ങളുടെ ഫേസ് ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന് ഇവന് ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് അവൾ മൊത്തത്തിൽ പേടിച്ചു പോകുമ്പോൾ അവളുടെ അമ്മയും ദേഷ്യത്തി എന്റെ മോളുടെ ഫേസ് എന്തിനാണ് നിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവനും ഇവളുടെ ആ വീഡിയോ കാരണം അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ടിന് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കാമെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവളുടെ ഫേസ് കാണിച്ച ക്ലാസ്സിൽ ചെന്ന് അവളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവളാണ് ഇവിടെ ആകെ മൊത്തത്തിൽ പേടിച്ചുപോയിരിക്കും. അപ്പോഴാണ് അവളുടെ അമ്മയും നിനക്ക് നിന്റെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യണ നീ ആദ്യം അവളോട് ചെയ്യാൻ സംസാരിക്കുക, അല്ലാതെ ഇവളുടെ ഫേസ് കാണിക്കാൻ പറഞ്ഞെങ്ങനെ, ഞങ്ങൾക്ക് ഇപ്പം അർജന്റായിട്ട് വേറെ കുറച്ച് പണിയൊക്കെ ഉണ്ട്, നീ ഇവിടെ നിന്ന് പോകാൻ നോക്ക്. അതിന് അവനെ പറഞ്ഞിടാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവനത് മനസ്സിലാക്കിയിട്ട് സോറി ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് അറിയാതെ പ്രശ്നം ഉണ്ടാക്കി. സത്യത്തിൽ നിങ്ങൾക്ക് ആ പ്രശ്നമായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ ഇപ്പം തന്നെ എൻ്റെ ഫ്രണ്ടിനോട് ചെന്ന് ഞാൻ സോറി പറയാം. കാരണം അവളോട് ക്ലാസ് വെച്ച് കുറെ ദേഷ്യം സംസാരിച്ച്. എന്നിട്ട് ഇവരോട് സോറി പറഞ്ഞിട്ട് അവൻ അപ്പം തന്നെ സിയോയ്ക്ക് മെസ്സേജ് അയച്ച് ഇവൻ ഇപ്പം ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇവളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് വരുന്നുണ്ട്. അവന് ഷോക്കായി തിരിഞ്ഞു നോക്കും. അതുകൊണ്ട് അവളാണ് പേടിച്ചിട്ട് എന്തോടെ കൊച്ചോർക്കം നോക്കുന്നത്, ഞാൻ നിന്റെ കണ്ണ് കുത്തി പൊളിക്കും, പോടാ വിടുന്ന് എന്നിന് അവനെ പറഞ്ഞയച്ച ഉടനെ ഇവളുടെ അമ്മയാണ് ഇതിൽ ഷോക്കാവും. അപ്പോഴാണ് അവള് ഷോക്കായിട്ട് എൻ്റെ അമ്മോ ഞാനാണ് ഇപ്പൊ അവനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്, ഇനിയിപ്പോ ഞാനാന്ന് അറിയുമ്പോൾ പ്രശ്നമോ എന്നിന് അവൾ അമ്മയോട് സംസാരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അമ്മയും എന്തായാലും അവൻ നിന്നെ വിളിച്ച സ്ഥിതിക്ക് ഇവൾ ഇവിടെ നിന്ന് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അടുത്തിരുന്നവരെ കടയിൽ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്ത് അവളെ പോയി അവളുടെ ക്രഷിനെ കാണാൻ വേണ്ടി പറയും. അതിനുശേഷം അവൾ സന്തോഷത്തി അവളുടെ അമ്മയ്ക്ക് താങ്ക്സ് പറഞ്ഞിട്ട് അവനെ കാണാൻ വേണ്ടി പോകും. അങ്ങനെ അവൻ പറഞ്ഞ സ്ഥലത്തിലേക്ക് ഇവളും ചെല്ലുമ്പോഴാണ് അവന് സ്കൂളിൽ വെച്ച് ഇവളോട് അങ്ങനെ സംസാരിച്ചതിനൊക്കെ ഇപ്പൊ സോറി പറയും. അപ്പോഴാണ് അവളും ഞാൻ റിപ്ലൈ തരാൻ ലേറ്റായെന്ന് പറഞ്ഞ് അവനോട് സോറി പറയുമ്പം അവൻ അതൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് കറണ്ട് പോകുന്നത്. അതിനുശേഷം അവരുടെ അവിടെ ഇരുന്നോണ്ട് അടുത്ത് എന്താണെന്ന് അറിയാതെ അവനും നമ്മൾ വന്ന സ്ഥലം പൊളി സ്ഥലമോ, പക്ഷെ ഇപ്പൊ കറണ്ട് മൊത്തത്തിൽ പോയി, ഇനിയിപ്പോ എപ്പോഴാണ് വരാൻ പോകുന്നത്, എന്നാൽ ഈ സ്ഥലം കാണാൻ നൈസാണല്ലേ ഇതിന് അവനും പറയുമ്പം അവൾ അങ്ങോട്ടൊക്കെ ചുറ്റി നോക്കും. അപ്പോഴാണ് ഇരുട്ടായതുകൊണ്ട് എല്ലാ പ്രേതവും ഇവന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവളാണ് പേടിച്ചിട്ട് സ്ഥലമൊക്കെ കൊള്ളാം, പക്ഷെ ഇരുട്ടായതുകൊണ്ട് പ്രേതങ്ങളിൽ ഇവൻ അട്രാക്ട് ചെയ്യണല്ലേ. എന്നിട്ട് അവൾ ഇവനോട് ഒരു കാര്യം പറയും, കൊച്ചിലെ ഇവൾക്ക് ഇരുട്ട് പേടിയായതുകൊണ്ട് ലൈറ്റ് ഓൺ ചെയ്ത് ഇവളെപ്പോഴും കടന്നുറങ്ങുന്നതെന്ന്. അങ്ങനെ ആ സമയത്ത് ഇവളുടെ അമ്മയും കൈ പിടിച്ച് ഇവളെ സമാധാനപ്പെടുത്തുന്ന പറയുമ്പം ആ ചാൻസ് യൂസ് ചെയ്ത് ഇപ്പൊ ഇവന്റെ കൈ പിടിച്ച് സമാധാനപ്പെടുത്താൻ വേണ്ടി പറയും. കാരണം എന്തെങ്കിലുമൊക്കെ റീസൺ പറഞ്ഞ് ഇവനെ ടച്ച് ചെയ്താൽ ആ പ്രേതം ഇവന്റെ അടുത്തേക്ക് വരാതിരിക്കത്തുള്ളൂ. അങ്ങനെ അതുകൊണ്ട് ഇവൻ ഇപ്പൊ അവളെ ടച്ച് ചെയ്തുകൊണ്ട് ആ പ്രേതമല്ലപ്പം ഇവന്റെ അടുത്തുനിന്ന് പുറകെ പോകും. അതിനുശേഷം അവനും ഇവളങ്ങനെ പ്രശ്നമുള്ള സമയത്ത് ചിരിക്കുമ്പോൾ അവൻ ഓർമ്മ എന്നറിയും. കാരണം ഇവന്റെ അടുത്ത് നിന്ന് ഇവന്റെ അച്ഛനമ്മയെ രക്ഷിക്കാൻ മറ്റേ ശ്യാമനാണെങ്കിൽ കുറെ പൂജയൊക്കെ ചെയ്താണ്. അങ്ങനെ ആ സമയത്ത് അവനും ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാതെ അവന്റെ അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൻ ചുമ്മാ ചിരിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് അവനെ ഓർത്തിട്ട ഇവളോട് ആ സിറ്റുവേഷന് ദേഷ്യപ്പെട്ടെന്ന് അറിയുമ്പം അവള് ഹഗ് ചെയ്തിട്ട് പാസ്റ്റൊക്കെ എപ്പോഴും മറന്നാളാ, ഇനിയിപ്പോൾ നമുക്ക് സന്തോഷിച്ച് ജീവിക്കാന്ന് പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്തും. അപ്പോഴാണ് പെട്ടെന്ന് കറണ്ട് വരുന്നത്. അതിനെ ശിവരണ്ടും കൂടെ ഷൈ ആയിട്ട് അടുത്ത ദിവസം ഇപ്പൊ ക്ലാസ്സിലേക്ക് ചെല്ലും. അങ്ങനെ രണ്ടുപേരും സൈക്കിൾ ഒരുമിച്ച് ചെല്ലുമ്പോഴാണ് ഇത് കാണുന്ന ജീഹയാണ് വീണ്ടും എന്നെ ഒറ്റയ്ക്കാക്കിയെന്ന് അറിഞ്ഞ് അവൻ അവിടെ നിന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. ഇതേ സമയം ഇവരും ഗ്രൗണ്ടിൽ കൂടെ ഒരുമിച്ച് സ്കൂളിലേക്ക് വരുമ്പോഴാണ് ഇത് കാണുന്ന കോച്ചും ഇവനെ ട്രെയിനിങ് ചെയ്യാൻ പറഞ്ഞ് ഇവിടുന്ന് റൊമാൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അയാൾ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം വൈകുന്നേരമാണ് മറ്റേ ശ്യാമൻ യംവയും ആ ഹോണ്ടഡ് ആയിട്ടുള്ള വീട്ടിലേക്ക് കയറി ചെല്ലും. കാരണം ആ പ്രേതത്തിന്റെ പവർ വീണ്ടും വർദ്ധിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ അതേസമയം തന്നെ ഇവിടെ ക്ലാസ് കഴിഞ്ഞ് ഇവര് വീട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുമ്പം ഗിന്നും അവൻ ആർച്ചറിച്ച് തരാൻ തീരുമാനിച്ചെന്നറിയും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന മറ്റേ റൗഡി പയ്യന്മാരും നീ ഞങ്ങളെ പാര വെച്ചല്ലേന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെട്ട് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ ഇവന്മാരെ സ്റ്റോറേജ് റൂമിൽ വെച്ച് മീറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് കണ്ട് അവളാണ് ഷോക്കായിട്ട് നമുക്ക് വേണം ടീച്ചറിനോട് പറഞ്ഞല്ലോ എന്ന് അവനോട് ചോദിക്കുമ്പം അവനൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി പോകും. കാരണം സ്റ്റോറേജ് റൂമിൽ പോയാലല്ലേ അടി നടക്കത്തുള്ളെന്ന് അവൻ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇവനെ കണ്ട് കോച്ചാണ് നിനക്ക് പുതിയ ലൈനൊക്കെ സെറ്റായെന്ന് അറിഞ്ഞറാ, പക്ഷെ എന്നും പറഞ്ഞ് നിന്റെ ആദ്യത്തെ ലവ് ഈ അമ്പനെ നീ വിട്ടുകളയാൻ വേണ്ടി പോകണോ എന്നിന് ഇവനെ ടീമിൽ ഇതൊരു ചേരാൻ ആഗ്രഹില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം കുറെ സംസാരിച്ച് നോക്കുമ്പം അവൻ ഞാൻ ടീമിൽ ചേരാൻ ഇപ്പൊ വന്നേന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് സത്യം പറയും. ഇത് കേട്ട് കോച്ചാണ് സന്തോഷെത്തി എങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ നീ അടുത്തുള്ള ഹോണ്ടഡ് ആയിട്ടുള്ള വീട്ടിൽ ചെന്ന് ഒരു റൗണ്ട് അടിച്ചിട്ട് വരണം, കാരണം ഇതൊക്കെ ഞങ്ങളുടെ റൂൾസ് ആ മോനെ, പെട്ടെന്ന് പോയിക്കോ എന്നിന് അവൻ അപ്പൊ തന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കും. ഇതേ സമയം ഹോണ്ടഡ് ആയിട്ടുള്ള
പ്ലേസിൽ ആ മോതിരം വെച്ചോണ്ട് ആ ഷാമൻ ഇപ്പൊ മന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അവൾക്ക് പുറത്ത് ആരാണ്ട് വരുന്നൊരു ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ അതിനുശേഷം പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് ഇവിടെ ഈ പ്ലേസ് അടച്ചിടാൻ വേണ്ടി സിയോങ് 2 സാധനങ്ങൾ എടുത്തോണ്ട് അവിടേക്ക് വന്നേക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളാണ് നീ എന്ത് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവൾ ഈ സ്ഥലം അടച്ചുകൂട്ടാൻ വേണ്ടി വന്നേക്കുവാൻ ചോദിക്കും. അപ്പോഴാണ് സിയോങ്ങയും അതിനുവേണ്ടി വന്ന്, പക്ഷെ നിങ്ങളാരാ, ഇതുവരെ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. ഏതിന് ഇവളും ചോദിക്കുമ്പോൾ അവളും ചിരിച്ചുകൊണ്ട് തിരിച്ചൊന്നും പറയായിരിക്കും. അപ്പോഴാണ് സിയോങ്ങയും ഇനിയിപ്പോ എന്റെ അമ്മ പറഞ്ഞ മറ്റേ ഗ്രേറ്റ് ആന്റി കുറെ ഷാമൻസിനെ വിളിക്കാൻ പോയായിരുന്നു, അതിലൊരാളാണ് നിങ്ങൾ. ഏതിന് ഇവൾ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് അവളും അതേ ഒരാളാണ് ഞാൻ, പക്ഷെ ഞാൻ നേരത്തെ വന്ന് മോളിപ്പോ അകത്തേക്കൊന്നും കയറണ്ട, എന്തായാലും നീ കൊണ്ടുവന്ന സാധനം കൊണ്ട് നിനക്ക് ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. നിന്നെ ഷാമൻ ഡാൻസ് ഇവളെ കൊണ്ട് കളിപ്പിക്കും. പക്ഷെ അവളാണ് ഒരാളെ കൊണ്ട് ഡാൻസ് ചെയ്യാൻ പറ്റുന്ന സാധനമില്ലെന്ന് പറഞ്ഞ് അവള് നൈസിന് മുങ്ങാൻ നോക്കുമ്പോൾ മറ്റേ അവളാണ് എങ്കിൽ പിന്നെ ഞാനും കൂടെ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ് സിയോങ്ങയെ ഫോഴ്സ് ചെയ്യും. അതിനെ ശിവരണ്ടേരും അവിടെ നിന്ന് ഡാൻസ് സ്റ്റെപ്പ് ഇട്ടോണ്ടിരിക്കുമ്പം അതേസമയം ഇപ്പൊ ഗിന്ന് അവിടേക്കാണ് ആ കോച്ച് അറിഞ്ഞ പോലെ ഓടാൻ വേണ്ടി വന്നേക്കുന്നത്. അപ്പോഴാണ് അവന് കറക്റ്റ് ആ സ്ഥലത്തേക്ക് വരുമ്പം ഇവിടെ സിയോങ്ങ മറ്റേ ഷാമനെ ഡാൻസ് കളിക്കുന്ന അവനും കാണേണ്ടി വരും. അപ്പോഴാണ് ഇത് കണ്ട് അവന് ഷോക്കായി നിൽക്കുന്നത്. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വരുത്തിയിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ആയിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം.